ഗുഡ് മോർണിംഗ് ബിനിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പതിവ് പോലെ ന്യൂസ് മലയാളത്തിന്റെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ബിനിൽ പറഞ്ഞതുപോലെ ഇനിയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നുവെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് നമുക്ക് കേരളത്തിന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ 5 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ബാക്കി 9 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മഴയുടെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. മഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും പ്രത്യേക അലേർട്ടുള്ള ദിവസമാണ്, നല്ല മഴയുള്ള ദിവസമാണെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അപ്പോൾ ഈ രാവിലെ തന്നെ നമ്മൾ മഴയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരും സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ തയ്യാറായി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കയ്യിലൊരു കുടയോ കോട്ടോ കരുതാൻ മറക്കണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് മഴ തുടരുകയാണ്, കാരണം ന്യൂനമർദ്ദമാണെന്നല്ലേ. ജൂൺ 28 വരെയാണ് നിലവിൽ ശക്തമായ മഴയും കാറ്റും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ തീരത്തിനു മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പടിഞ്ഞാറ് വടക്ക് ദിശയിൽ വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ കുറച്ച് ദിവസങ്ങളിൽ തുടരും എന്ന് ഞാൻ മുന്നേ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അടുത്തതായി ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടിയുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുമുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. ഈ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ഈ ഒരു സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാലോ, മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതും. അപ്പോൾ ഇന്നത്തെ പ്രധാന കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്. അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതും പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും കാലാവസ്ഥ മുന്നറിയിപ്പുകളുമായി നമുക്ക് സ്കൈ വാച്ചിൽ കാണാം.